നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച എല്ലാ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16-ാം തീയതി സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഈ നക്ഷത്രക്കാരിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ, അതായത് ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായോ അമ്മയുമായോ സഹവസിക്കാനും അവരുമൊത്ത് യാത്ര പോകാനും സാധിക്കുമെന്ന് കാണുന്നു. അതല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ഭാര്യ മാതാവുമൊത്ത് അല്ലെങ്കിൽ അവരുടെ ആ കുടുംബവുമൊത്തൊക്കെ ഒരുമിച്ച് കുടുംബസഹിതം ഒരു യാത്ര പോകാനുള്ള സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ബന്ധങ്ങളെ ഇൻലോസ് എന്നാണല്ലോ പറയുന്നത്. അപ്പം മദർ ഇൻ ലോ, ഈ നക്ഷത്രക്കാരുടെ മദർ ഇൻ ലോമാരുടെ സുഖകരമായ ചില ഗുണങ്ങൾ കാണുന്നു ഈ ഒരാഴ്ച. അവരിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഗുണമോ മറ്റ് തരത്തിലുള്ള ഗുണങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ വിദേശത്തുള്ള ഇവരുടെ മക്കൾ ഈ നക്ഷത്രക്കാരിൽപ്പെട്ട അമ്മമാരുടെ അടുത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ അവരുടെ നാട്ടിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു വിദേശ യാത്ര പോലും ഈ നക്ഷത്രത്തിൽപ്പെട്ട പ്രത്യേകിച്ചും 50 വയസ്സിന് മുകളിലുള്ളവർക്കൊരു സാധ്യത കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം കാണേണ്ടത്, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മാതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. വീട്ടിൽ പുതിയ ഫർണിച്ചറൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. വീട് ഒരു പുതുമോടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വിജയകരമായി അവസാനിക്കുന്നു. മംഗളകർമ്മം വീട്ടിൽ നടക്കാം. അത് ഉടനെയല്ല, പക്ഷേ വരുന്ന ഈ വർഷത്തിൽ തന്നെയോ അല്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെയോ വരുന്ന ദിവസങ്ങളിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഓഗസ്റ്റ് 17-ന് ശേഷമാണ് അതിനൊരു സാധ്യത കാണുന്നത്. അതിൻ്റെ ചില മുന്നൊരുക്കങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മാതൃകുടുംബത്തിൽ നിന്നും സ്വത്ത് ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയോ സാമ്പത്തിക സഹായം കിട്ടാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില മംഗളകർമ്മങ്ങളിൽ കുടുംബസഹിതമുള്ള ചില പങ്കുവയ്ക്കലുകളും ചില പങ്കാളിത്തങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാഹനം പുതിയത് വരിക അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റുക, പുതിയ വാഹനം വാങ്ങാനുള്ള ആലോചന സന്തോഷകരമായ വാർത്ത കേൾക്കുന്നതിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും. കൂട്ടുകാരുമൊത്തുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പങ്കാളിത്തത്തോടു കൂടി ശ്രമിക്കുന്ന ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അതൊക്കെ സാമ്പത്തികമായ ഗുണത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു അവസാനമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളിതുവരെ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളിൽപ്പെട്ട് കുടുങ്ങിക്കിടന്നിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. ഇതൊക്കെ ആഴ്ചയുടെ ആദ്യത്തെ 2.5 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ്. അതിനുശേഷം ആഴ്ചയുടെ പകുതിയോടടുപ്പിച്ച് ചില സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളോ ഈ കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ശ്വാസതടസ്സം, അതല്ലെങ്കിൽ സൈനസൈറ്റിസ് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, അതുമല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങൾ, ഇതൊക്കെ ഇവരെ നേരിടാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാകാം ആഴ്ചയുടെ പകുതി തൊട്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിലുള്ള ശല്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള വൈകാരികമായ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അസുഖം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന കലഹമോ പ്രശ്നമോ കാരണം അകന്നിരിക്കൽ, അതുപോലെ തന്നെ യാത്ര ഇവരുമൊത്ത് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കശപിശയോ വഴക്കോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ആഴ്ചയുടെ അവസാനത്തിൽ ഇവർക്ക് ഗുണമാണ്. സാമ്പത്തികമായ സഹായം, പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് ഗുണമുണ്ടാകുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഇവരുടെ മക്കൾക്ക് വളരെ ഗുണകരമായ അവസ്ഥ കാണുന്നു. അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായ പരീക്ഷയുടെയോ അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായ മറ്റു ശ്രമങ്ങളുടെയോ കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു. സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ പകുതിയിലാണ് 1-2 ദിവസം ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റു ചില തടസ്സങ്ങളിലുമൊക്കെ ചെന്ന് കുടുങ്ങുന്നത്. എന്തായാലും പൊതുവെ ഇവർക്ക് ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ആഴ്ചയും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12 ഗുണമുള്ള ദിവസങ്ങളാണ്. ശേഷം ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി നിലനിന്നിരുന്ന കടബാധ്യതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശ്രമത്തിൻ്റെ പുറകിൽ
വളരെ കഠിനമായി ഇവർ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കടത്തിൽപ്പെട്ട് വല്ലാതെ നടുങ്ങിയിരുന്നവർക്ക് ചെറിയൊരാശ്വാസമെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്നു. ഇവർ അപേക്ഷിച്ചിരുന്ന വായ്പ ഇവർക്കിപ്പോൾ അനുകൂലമായി കിട്ടുന്നു. അത് സർക്കാർ വഴിയോ അല്ലെങ്കിൽ മറ്റ് അധികാരികൾ വഴിയോ നേരിട്ട് നടത്തുകയോ ഒക്കെ ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വാർത്ത കേൾക്കാൻ ഇടവരുന്നു. അതുപോലെ തന്നെ മറ്റാരെങ്കിലുമൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നത്, ഇടയ്ക്ക് നിന്നുപോയിരുന്നത് ഇവർക്ക് ഇപ്പോൾ വീണ്ടും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് ആശ്വാസം, ചിലപ്പോൾ കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടാം. പണം മാത്രമല്ല, മറ്റേതെങ്കിലും വസ്തുവകകളോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് വരാനുണ്ടായിരുന്നത് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ മുടങ്ങിക്കിടന്നിരുന്നതിന് മാറ്റമുണ്ടാകാം. അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത, കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചിരുന്ന പല പ്രവർത്തനങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ മാനസിക സന്തോഷത്തിന് ഇട നൽകുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് ഇവർക്കല്പം ദോഷം. അതായത് ആഴ്ചയുടെ അവസാനത്തെ വെള്ളി ശനി ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും വിഘ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക തടസ്സമോ കാണുന്നുണ്ട്. പ്രധാനമായും ശാരീരിക തടസ്സമാണ്. പിന്നെ വഴക്കുണ്ടാകാനുള്ള സാധ്യത ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ടും കാണുന്നു. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവരുടെ മാതാവിൻ്റെ അടുക്കൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരിമാരിൽ നിന്നോ അതല്ലെങ്കിൽ മകളിൽ നിന്നോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു നിസ്സാരമായ കോലാഹലമായിരിക്കാം. ആഴ്ചയുടെ അവസാനത്തോടു കൂടി അതും അവസാനിക്കുന്നു എന്ന് വേണം ധരിക്കാൻ. ശാരീരികമായ അവശത പ്രധാനമായിട്ടും ഇവരുടെ അരക്കെട്ട് സംബന്ധമോ ഉദര സംബന്ധമായ അസുഖങ്ങളാലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നട്ടെല്ലിന് എന്തെങ്കിലും നേരത്തെ തന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നവർക്ക് ഈ ആഴ്ചയുടെ അവസാനത്തിൽ ഇത് കൂടുതലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം ആഴ്ചയുടെ 4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ച തൊട്ട് ഏകദേശം വ്യാഴാഴ്ച വരെയും സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ശുഭകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കലഹമുണ്ടാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾക്ക് വിധേയമാകാം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 13, 14 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആശങ്ക പുലർത്തുന്നവർക്ക് ചെറിയൊരാശ്വാസം കിട്ടുന്നുണ്ട് ഈ ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി, അതായത് പകുതിയാകുമ്പോഴേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇവർക്ക് ശാരീരികമായ ചില അവശതകൾ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായിട്ടോ മറ്റോ ഉണ്ടായിരുന്ന വിഷമങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നു. മാനസികമായി ഏതെങ്കിലും തരത്തിൽ പിരിമുറുക്കത്തിൽപ്പെട്ടിരുന്നവർക്കും താൽക്കാലികമായിട്ടൊരു ഗുണം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ചെറിയ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. വീട്ടിൽ തന്നെയോ വീട്ടിലെ അംഗങ്ങളുമായോ അല്ലെങ്കിൽ അയൽപക്കക്കാരുമായിട്ടോ ഒക്കെ ചെറിയ സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. അധികാരികളിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പണം ഇവർക്ക് ഈ ആഴ്ച ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് അതിന് കൂടുതൽ സാധ്യത. എന്നാൽ കടബാധ്യത ചെറിയ തോതിലെങ്കിലും ഇവരുടെ മനസ്സിനെ ഇപ്പോഴും അലട്ടും. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അതിൻ്റേതായ അസ്ക്യത ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടു കൂടി കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം കാണുന്നു. പറഞ്ഞ വാക്ക് പാലിക്കാനും സാധിക്കുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവരിലേക്ക് പണം എത്തിക്കാം എന്ന് ഏറ്റിരുന്നവരും ആഴ്ചയുടെ അവസാനത്തോടു കൂടി ആ വാഗ്ദാനം നിറവേറ്റുന്നു എന്ന് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു, അതുപോലെ പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തോടു കൂടി. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ആഴ്ചയുടെ തുടക്കത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ ഉദാസീനരായി കാണുന്നു ഈ ആഴ്ച. തുടക്കത്തിൽ കിട്ടുന്ന ഗുണം അതിനൊത്ത് മനസ്സ് ഉയർന്നു വരാനുള്ള സാധ്യത ലേശം കുറവാണ്. പ്രത്യേകിച്ചും 2 മനസ്സോടുകൂടി നിൽക്കുന്നവരാണ് കൂടുതലും മിഥുനൻ രാശിയിൽ വരുന്നവർ. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും അവരെ വല്ലാതെ അലട്ടും. എന്നാൽ ഉറച്ച മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി വിജയത്തിൻ്റെ ഭാഗത്തൂടെ നീങ്ങുക എന്നതാണ് ഈ ആഴ്ചയും ഇവർക്കുള്ള ഏക വിജയമന്ത്രം. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ വിദേശവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകളിലോ ഈ ആഴ്ചയും ഇവർക്ക് തുടരാൻ സാധിക്കും. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ചിലവ് വർദ്ധിച്ചിരിക്കും. പ്രത്യേകിച്ചും മംഗളകാര്യങ്ങളിലോ ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്കോ വേണ്ടി പണം മുടക്കേണ്ടി വരും. സ്പീഡ് വളരെ കുറയ്ക്കുക, വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക, ആളുകളോട് ഇടപഴകുമ്പോൾ ഏറ്റവും മര്യാദയോടുകൂടി സംസാരിക്കുക. വൈകാരികമായ സമ്മർദ്ദത്താൽ ചിലപ്പോൾ വാക്കുകൾ ഈ നക്ഷത്രക്കാർക്ക് തന്നെ ശത്രുക്കളായി വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15, 16, 17 സായാഹ്നം വരെയും ഗുണകരമാണ്.
അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. അഷ്ടമശനിയെക്കൊണ്ട് പൊറുതിമുട്ടി എന്ന് പലരും എന്നെ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. എന്നാൽ പോലും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണം ചിലർക്കെങ്കിലും കിട്ടി എന്നും പറയാറുണ്ട്. പൊതുവെ വ്യാഴം 11ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ ഒരു അച്ചടക്കവും സാമ്പത്തികമായ ആഹ്ലാദവും അവർക്ക് നൽകണം. അതിനോടൊപ്പം തന്നെ 10ാം ഭാവാധിപനായ ചൊവ്വ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട്, ചൊവ്വ കൂടി നിൽക്കുന്നതുകൊണ്ട് ഊർജ്ജസ്വലമായ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കുകയും അതിൽ നിന്ന് സാമ്പത്തികമായ ലാഭം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തടസ്സങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും തങ്ങളുടെ മനസ്സു തന്നെ ഇപ്പോൾ ആശങ്കാഭരിതമായ ഒരവസ്ഥയിൽ നീങ്ങുന്നതുകൊണ്ട് തടസ്സം മനസ്സു തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും. മാത്രമല്ല ഭാഗ്യത്തിനും ചെറിയ തടസ്സങ്ങളുണ്ട്. നല്ലതേത് ചീത്തയേത് അല്ലെങ്കിൽ തനിക്ക് ഗുണമുള്ളതേത് തനിക്ക് മോശമുണ്ടാക്കുന്നതേത് എന്ന് തിരിച്ചറിയാനുള്ള ആശങ്കയും തിരിച്ചറിയാനുള്ള ആശയക്കുഴപ്പങ്ങളും ഇവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ സ്ഫടികശുദ്ധമാക്കി മുന്നേറുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാവും. ഇവർ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ തന്നെ ഇവർക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇനി 8 മാസങ്ങൾ കൂടിയേ ഇവർക്ക് അഷ്ടമശനിയുള്ളൂ എന്ന കാര്യം ചിന്തിക്കുക. അതുപോലെ അടുത്ത മാർച്ച് ഏപ്രിലോട് കൂടി രാഹുവും 9ൽ നിന്ന് മാറും. അപ്പോൾ രാഹു തിരിച്ച് 8ലോട്ടാണ് വരുന്നത്. അത് തടസ്സങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ശനിയുടെ പ്രധാന തടസ്സം മാറുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ ഇവർക്കിപ്പോൾ ഗുണം കിട്ടുന്നത് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം തന്നെയാണ്. അതോടൊപ്പം ശുക്രൻ ഇവർക്കിപ്പോൾ സഞ്ചരിക്കുന്നത് 2ാം ഭാവത്തിലാണ്. ശുക്രൻ 2ൽ സഞ്ചരിക്കുന്നത് ധനപരമായ നേട്ടം ഇവർക്കുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് സ്വാഭാവികമായും സാമ്പത്തിക ഭദ്രത ഈ ആഴ്ച ഇവർക്കുണ്ടാവണം. വലിയ ഗുണങ്ങൾ, വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും തൽക്കാലത്തെ ആശ്വാസത്തിനായിട്ടുള്ള സാമ്പത്തിക ഭദ്രത എന്തായാലും ഈ ആഴ്ചയും ഇവർക്കുണ്ടാകും. ഓരോരുത്തരും പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ച് അവർക്ക് സാമ്പത്തിക ഗുണം എന്തായാലും ഈ ആഴ്ച വന്നു ചേരും. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ ഡയഫ്രം, അതായത് ഹൃദയവും പിന്നെ വയറും തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗത്ത് ചെറിയ പെയിനോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത. പലപ്പോഴും അത് ഭീതിതമായ ചില തോന്നലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ ഉള്ളവർ ആഹാരം സമയത്ത് കഴിക്കുക. ഗ്യാസിൻ്റെ ഉപദ്രവമുള്ളവർ അതിന് തക്കമുള്ള മരുന്നുകൾ സേവിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരും പ്രത്യേകമായി മരുന്ന് കഴിക്കുക. ഡോക്ടർമാരുടെ അഭിപ്രായം കൃത്യമായി അത് നിറവേറ്റുക. അല്ലെങ്കിൽ സ്വാഭാവികമായും ഇപ്പോഴുണ്ടാകുന്ന ചില ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളും വലിയ ചില ആശങ്കകൾക്ക് വഴിവെക്കുകയും അതുതന്നെ ടെൻഷന് കാരണമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. യാത്ര ചിലപ്പോൾ ആഴ്ചയുടെ തുടക്കത്തിലൊന്നും മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവസാന ദിവസങ്ങളിലൂടെ അതിന് വിജയമുണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15, 16, 17 സായാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. അഷ്ടമ രാഹു, 7ൽ ശനി, 2ൽ കേതു, 10ാം ഭാവത്തിൽ ചൊവ്വ, അതോടൊപ്പം വ്യാഴവും സഞ്ചരിക്കുന്നു. 11ൽ നിൽക്കുന്ന സൂര്യൻ ദിവസത്തിൻ്റെ അവസാന സമയത്ത്, അതായത് 16ാം തീയതിയോടുകൂടി 12ാം ഭാവത്തിലേക്ക് വരും. എന്തായാലും ഭൂരിഭാഗം സമയവും 11ൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് അധികാരികളിൽ നിന്നും ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നുമൊക്കെ അവരുടെ സുപ്പീരിയേഴ്സിൽ നിന്നുമൊക്കെ ഇവർക്ക് സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ പണം അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കായി കയ്യിൽ വരുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പോക്കറ്റിലേക്ക് വരുന്നു എന്നേ ഉള്ളൂ. അടുത്ത നിമിഷം തന്നെ അത് ചെലവിൻ്റെ ഒരു പാതയിലൂടെ അങ്ങ് കടന്നു പോകും. അതിനാണ് കൂടുതലും സാധ്യത കാണുന്നത്. കാരണം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ വളരെ പിടിച്ചു വാങ്ങിക്കുന്ന മട്ടിൽ നിൽക്കുന്നുണ്ട്. കടബാധ്യതയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇവരുടെ ബിസിനസ് ഏർപ്പാടുകളിലാവാം, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടോ മറ്റ് ചിലവുകളുമായി ബന്ധപ്പെട്ടോ, അത് ഗൃഹാന്തരീക്ഷത്തിലെ ചിലവ് തന്നെ ആവണം, അതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ധാരാളമായി പണം ഇവർക്ക് കയ്യിൽ നിന്ന് ഇപ്പോൾ പോകും. അതിനനുസരിച്ച് പണം വരുന്നുമുണ്ട്. അക്കാര്യത്തിൽ ദോഷമൊന്നും വേണ്ട. കർമ്മമേഖല കുറച്ചുകൂടി വളരെ പ്രയോജനകരമായി ഇവർക്ക് ഏറ്റവും നന്നായി അതിൽ വ്യാപരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഗുണകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. വർക്കിൻ്റെ കാര്യത്തിൽ, അതായത് ജോലിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശുഷ്കാന്തിയോടുകൂടി ഇവർക്കിപ്പോൾ ശാരീരികമായും മാനസികമായും ഇറങ്ങാൻ സാധിക്കുന്നു എന്നത് വളരെ വിജയകരവും ഭാഗ്യകരവുമായ ഒരു അവസ്ഥയായിട്ട് വേണം കാണാൻ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മനസ്സിനെ അലങ്കോലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനസ്സിനെ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ആവശ്യമില്ലാത്ത ഭീതിയുണ്ട് എന്നുള്ള കാര്യമാണ്. എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു
ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുന്ന പോലെ ചില അപകടങ്ങൾ വരുത്തി വയ്ക്കും. മനസ്സാണല്ലോ എല്ലാത്തിൻ്റെയും പ്രധാനം. ഒരു മനുഷ്യൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് മനസ്സാണ്. അപ്പോൾ ആ മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ വന്നാൽ ആ വാഹനം, ശരീരമെന്ന വാഹനം മുന്നോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന തോന്നലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കൃത്യമായി നാഗർക്ക് എന്തെങ്കിലും കൊടുക്കുകയും അതുപോലെ തന്നെ ശനീശ്വരന് പൂജ ചെയ്യുകയും ചെയ്യുക, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുന്നതുമൊക്കെ നല്ലതാണ്. കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രതയും കാണുന്നുണ്ട്. ചിലവ് ഏറിയിരിക്കും. പല്ലിനും അതുപോലെ തന്നെ മോണയ്ക്കുമൊക്കെ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ അലർജി അസുഖങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരിയ തോതിൽ ഈ ഈസോഫാഗസ് അതുപോലെ തന്നെ ലങ്സ് ഈ ഭാഗത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12 തീയതികൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണത്തെ തന്നെ ഏറ്റവും ഗുണമായി പറയണം. അതുപോലെ തന്നെ ഗുണമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടവും ബാക്കി ഗുണങ്ങളും ഇവർക്ക് സമ്മാനിക്കുന്നു. അധികാരികളിൽ നിന്ന് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. ചെയ്യുന്ന ജോലിക്ക് കൃത്യം പണം കിട്ടുന്നു. അതുപോലെ ഈശ്വരാധീനമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ ഉപരിപഠനത്തിന് വേണ്ടിയായാലും ശരി, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ സ്വന്തം നാട്ടിൽ കൂടുതൽ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളായാലും ശരി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉദ്യോഗ സംബന്ധമായ കാര്യത്തിനായാലും ശരി, ഇപ്പോൾ അനുകൂലമാണ്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ കർമ്മമേഖലയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം പ്രതീക്ഷിക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ആശ്വാസങ്ങൾ അവർക്കിപ്പോൾ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യത്തിൽ അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഓഫീസിൽ നിന്ന് വിദേശത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, മറ്റൊരു ഓഫീസിലേക്ക് മാറാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക്, പ്രത്യേകിച്ചും അവർ അഭിലഷിക്കുന്ന മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകാൻ സാധിക്കും. പൊതുവേ ഗുണമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളിലെ സ്പീഡും അതുപോലെ തന്നെ ഓരോ കാര്യവും വളരെ വികാരാധീനത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതുമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പ്രാർത്ഥനയോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, ജാഗ്രതയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആവശ്യമില്ലാത്ത ഉത്കണ്ഠയോ അത് സമ്മാനിക്കുന്ന വേഗതയോ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ വികാരം കൂടുതൽ ആകുമ്പോൾ അത് ചിലപ്പോൾ പ്രവർത്തനങ്ങളിലെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി ബാധിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദര സംബന്ധമായ ചില വൈഷമ്യങ്ങളാണ്. അതുപോലെ തന്നെ വിമർശനങ്ങളെയും ഇവർ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അത്തരം വിമർശനങ്ങൾക്ക് അതിൻ്റേതായ ഒരു വില മാത്രം കൊടുത്തുകൊണ്ട് തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. സാമാന്യം സാവധാനത്തിലാണ് ഇവരുടെ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ വിലയിരുത്തപ്പെടുകയുള്ളൂ എങ്കിലും ഒടുവിൽ അതിന് വില കിട്ടുക തന്നെ ചെയ്യും. സാമ്പത്തികമായ കാര്യത്തിലും ഇവർക്ക് ആദ്യമൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് സാമ്പത്തികത്തിൻ്റെ ഏറ്റവും നല്ല ഗുണത്തിലേക്ക് കയറി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആഴ്ചയുടെ അവസാനത്തോടു കൂടി നല്ല സാമ്പത്തികമായ ഉയർച്ച കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ദോഷം വരാമെന്ന്. ഏറ്റവും പ്രധാനമായ സവിശേഷത ലഹരി ഉപയോഗിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള ലഹരി ആയാലും ശരി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഉപയോഗിക്കുന്ന ലഹരി ആയാലും ശരി, ഇവരുടെ ഉദരഭാഗത്തിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത നല്ലവണ്ണം കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആഹാരം സമയത്ത് കഴിക്കുക. ആവശ്യമില്ലാത്ത ഉത്കണ്ഠ ഉപേക്ഷിക്കുക. വയറ് ഇതിനെല്ലാത്തിനും ആധാരമാണ്. അതുകൊണ്ട് ഏതു പ്രശ്നത്തിലും അവസാനം വന്നടിയുന്നത് വയറ്റിലെ അസുഖത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകില്ല. എന്നാൽ പ്രവർത്തനങ്ങളിൽ ചെറിയ താമസമുണ്ടാകാം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും ചില വൈഷമ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും അതൊക്കെ ഒടുവിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാറുന്നതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനപ്പെട്ട വിശേഷം. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14 നല്ല ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമ ശനിയുടെയും അഷ്ടമ ചൊവ്വയുടെയും, അതായത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെയും ദോഷവശങ്ങൾ സാമാന്യം നന്നായി ഇവരെ ബാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ജോലി ഉണ്ടായിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പലരും വിളിക്കുന്നതിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ
5-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നുണ്ട്. 4-ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി കണ്ടകനായിരുന്നു, അത് 5-ൽ പോകുമ്പോൾ ഗുണം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 5-ലെ ശനി വലിയ ഗുണമൊന്നും ചെയ്യില്ല. 4-ാം ഭാവത്തിൻ്റെ അത്ര ദോഷം ചെയ്യില്ല എന്നേ ഉള്ളൂ. കണ്ടകൻ മാറി അത് 5-ൽ പോയി പഞ്ചവത്സര ശനി എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. 4-ലും 5-ലും സഞ്ചരിക്കുമ്പോഴുള്ള 5 വർഷം, അതിനെ പഞ്ചശനി എന്ന് പറയാറുണ്ട്. പോട്ടെ, ഇവിടെ ഇപ്പോൾ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി തുലാക്കൂറുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ നിഷേധങ്ങൾ സമ്മാനിക്കും. അതുപോലെ തന്നെ 6-ൽ സഞ്ചരിക്കുന്ന രാഹു 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലതാണെങ്കിലും പ്രശ്നജാതകത്തിലാണ് അത് കൂടുതൽ പ്രകടമാവുക. ഇവിടെ ഇപ്പോൾ 6-ൽ നിന്നുകൊണ്ട് രാഹു ഇവർക്ക് ഉത്സാഹത്തിൻ്റേതായ ഒരു മനസ്സ് സമ്മാനിക്കും. അത് പ്രവർത്തനങ്ങളിൽ ആലസ്യമുണ്ടായി മടിയോടുകൂടി എവിടെയെങ്കിലും ഇരിക്കുന്നൊരവസ്ഥ കാണുന്നില്ല. തീർച്ചയായിട്ടും അവർ അവരുടെ കർമ്മരംഗത്ത് വളരെ നന്നായി ശോഭിക്കാനായി പ്രവർത്തിക്കും. എന്നാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ വ്യാഴവും ഭാഗ്യത്തിനെ തടസ്സപ്പെടുത്തും. അപ്പോൾ ശനി 5-ൽ നിൽക്കുന്നു, അത് ഭാഗ്യത്തിൻ്റെ മറ്റൊരു രാശിയാണ്. 8-ൽ പോയി വ്യാഴം ചെല്ലുമ്പോൾ തന്നെ ഈശ്വരാധീനം കുറച്ച് കുറയുന്നു. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ അപകട സാധ്യതകളുമുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാവുക, ഇതിനൊക്കെ സാധ്യത കാണുന്നു. ശരീരത്തിൻ്റെ ആയുസ്സിനെയും അതുപോലെ തന്നെ അപകടങ്ങളെയും 8-ാം ഭാവം സൂചിപ്പിക്കുന്നത് കൊണ്ട് അവിടെ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നതും അത് ശുക്രൻ്റെ രാശിയിലായതുകൊണ്ടും ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും പ്രശ്നം. അതല്ല, വിവാഹം കഴിക്കാത്തയാളാണെങ്കിൽ അയാളുടെ കൂട്ടുകെട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കും. അത് ചിലപ്പോൾ വിജയത്തിലെത്തണമെന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുണം കിട്ടുന്ന ഒരേ ഒരു കാര്യം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും ബുധൻ്റെയുമാണ്. ആഴ്ചയുടെ അവസാനത്തോടു കൂടി സൂര്യനും 11-ലേക്ക് എത്തും. എന്തായാലും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഭാഗ്യക്കേടും ഈശ്വരാധീന കുറവും ഉണ്ടെങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് അത്യാവശ്യം ധനസമാഹരണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നു. അതുപോലെ തന്നെ കലാപരമായ കഴിവോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ ഗുണം കാണുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ഈ നക്ഷത്രക്കാരിൽപ്പെട്ട പുരുഷന്മാർക്ക് സാമ്പത്തിക സഹായം കാണുന്നു. ജീവിത പങ്കാളിയിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ ചില സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹകരണ സഹായങ്ങളൊക്കെ ഇവർക്കിപ്പോൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക്സ് രോഗികൾ ഈ നക്ഷത്രക്കാരിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ചിലവ് കൂടിയിരിക്കുന്നു ഈ കാര്യത്തിൽ എന്ന് വേണം കാണാൻ. അല്ലെങ്കിൽ തന്നെയും ഇവർക്ക് ചിലവ് വർദ്ധിച്ചിരിക്കുന്ന ഒരവസരം കാണുന്നുണ്ട്. കാരണം വരുമാനത്തിൻ്റെ അളവ് അല്പം നിയന്ത്രിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലവ് വർദ്ധിച്ചതായിട്ട് നമുക്ക് തോന്നാം. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില എഴുത്തു പരീക്ഷകളിൽ ഇവർക്കിപ്പോൾ പങ്കെടുക്കേണ്ടി വന്നേക്കാം. ആഴ്ചയുടെ അവസാനത്തോടു കൂടി ഇവർക്ക് അതിൽ നിന്നൊക്കെ ഗുണമുണ്ടാവും. ആഴ്ചയുടെ തുടക്കങ്ങളിലും ഇവർക്ക് അല്പസ്വല്പം ഗുണമൊക്കെ കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് പകുതിക്ക് ശേഷമുള്ള 1-2 ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും അഭിപ്രായ വ്യത്യാസമോ ചില കലഹമോ ഒക്കെ കാരണം മനോവൈഷമ്യം ഉണ്ടാകാനുള്ള സാധ്യതയും തുലാക്കൂറുകാർക്ക് കാണുന്നു. യാത്ര അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഇവർക്ക് കൂടുതൽ ഗുണകരം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 11, 12, 15, 16, 17 സായാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷാവസ്ഥ ഇവരെ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ 7-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. മാത്രമല്ല 10-ാം ഭാവത്തിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശുക്രനും ബുധനും സഞ്ചരിക്കുന്നത്. സൂര്യൻ കൂടി ആഴ്ചയുടെ അവസാനത്തോടു കൂടി 10-ലേക്ക് എത്തുന്നു. അപ്പോൾ കർമ്മരംഗം വളരെ സജീവമാകുന്നു. സാമ്പത്തികമായ ലാഭം ഇവർക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതും ഏതെങ്കിലുമൊക്കെ വലിയ കടത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതുമായിരിക്കും. സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്നോ അതിൻ്റെ വിജയത്തിൽ നിന്നൊക്കെ പണം ഉടൻ തന്നെ ഇവരിലേക്ക് എത്തിച്ചേരും. അതിനുള്ള ആത്മവിശ്വാസവും അതിനുള്ള പ്രവർത്തന വിജയവും ഇവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ചില പുതിയ സംരംഭങ്ങൾ വരാം. ആ സംരംഭങ്ങൾ വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയും ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ പല വാർത്തകളും കേൾക്കാൻ സാധിക്കുന്നു. പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്നു എന്നുള്ള സന്തോഷം ഇവർക്കുണ്ടാകുകയും ചെയ്യുന്നു ഈ ആഴ്ച. അതൊക്കെ ആത്മവിശ്വാസത്തിൻ്റെയും സത്യസന്ധമായി ഇവരുടെ കർമ്മമേഖലയിൽ ഏർപ്പെടുന്നതിൻ്റെയും ഫലങ്ങളാണ്. അതിൻ്റെ ഈശ്വരാധീനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിൽ മാറ്റമുണ്ടാകാം. തൊഴിൽ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ പുഷ്കലമാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള വിഷാദരോഗമോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് മാനസിക വൈഷമ്യമോ ആണ്. പക്ഷേ അതൊന്നും നീണ്ടു നിൽക്കുന്ന സീരിയസ് ആയ കാര്യങ്ങളല്ല. അതൊക്കെ
കൃത്യമായ ചില ഇടപെടലുകളിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും അത് ദോഷമായി കാണുന്നില്ല. ചില വേറിട്ട ബുദ്ധിശക്തിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഫലമായി കർമ്മരംഗം ഇവർക്ക് വളരെ ശോഭനീയമായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14 തീയതി നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് ഗുണം ഉണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മാനസികമായ ഭീതി അല്ലെങ്കിൽ ആശങ്ക അത് വിട്ടുമാറുന്നില്ല. പ്രത്യേകിച്ചും ഇവരുടെ കർമ്മരംഗം, ആ കർമ്മരംഗത്തേക്ക് 10ാം ഭാവത്തിലേക്ക് രാഹുകേതുക്കളുടെ സ്വാധീനം നന്നായിട്ടുണ്ട്. വ്യാഴവും അവിടേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ചില രക്ഷ, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പീഡനം, ഇതാണ് ഇവരുടെ അവസ്ഥ. അതിൽ നിന്ന് മാറാൻ ജ്യോതിഷത്തിൽ ഒറ്റ പ്രതിവിധിയെ പറയുന്നുള്ളൂ: ഈശ്വര പ്രാർത്ഥന, ഈശ്വര ആരാധന. കൃത്യമായി മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. ജപം കലിയുഗത്തിൽ പരമപ്രധാനമാണ്. ലഘുവായ മന്ത്രം ഒരുപാട് ജപിക്കാൻ സാധിക്കും. നീണ്ട മന്ത്രങ്ങൾ അത്രമാത്രം പല നമുക്ക് ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ലഘുവായ മന്ത്രം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ശരവണനെയാണെങ്കിൽ ഓം ശരവണ ഭവായ നമ, ഉപാസനാമൂർത്തി ശരവണനാണെങ്കിൽ ഓം ശരവണ ഭവായ നമ, ഓം ശരവണ ഭവായ നമ എന്ന് ചുണ്ടുപോലും അറിയാതെ ഹൃദയം കൊണ്ട് ജപിക്കുക. ധനുക്കൂറുകാർ അവരുടെ ഉപാസനാമൂർത്തികളെ, അത് അവരവർക്ക് ഇഷ്ടമുള്ളതായാലും ശരി, അതല്ല ഗ്രഹനില നോക്കി കണ്ടെത്തുന്ന ഉപാസനാമൂർത്തിയായാലും അത് കൃത്യമായി ജപിക്കുക. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവരെക്കുറിച്ചുള്ള ആശങ്കകളാണിപ്പോൾ. തങ്ങൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതൊന്നും ഇവർ വിചാരിക്കുന്നത് പോലെ, അതായത് ഈ നക്ഷത്രക്കാർ വിചാരിക്കുന്നത് പോലെ വളരെ ഭീകരമായ അവസ്ഥയോ അതിനെ വളരെ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവർ അങ്ങനെ പറയുന്നതായിട്ട് ഇവർക്ക് തോന്നും. ആശങ്കകൾ ആണ് കൂടുതൽ, ശങ്കയാണ്. അതായത് അങ്ങനെ വരുമോ, ദോഷം വരുമോ എന്നുള്ളത്. ചുറ്റുപാടും ഇവരെ ആ തരത്തിൽ വീക്ഷിക്കുന്നവരാണ്. വിമർശിക്കാൻ ഉള്ള ഒരു മനസ്സോടുകൂടി ചുറ്റുവട്ടത്തുള്ളവർ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഭയം വർദ്ധിക്കും. അത് തൊഴിൽ രംഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ മാതാവിന് ഇവരെ ചൊല്ലിയുള്ള വിഷമം ഇപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നൊക്കെ, തൊഴിൽ വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹമുണ്ടാകും. അത്രമേൽ ടെൻഷൻ അവരിപ്പോൾ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്ന്, 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി സ്ഥിരതയുടെ, ശുഷ്കാന്തിയുടെ, ശ്രമിക്കാൻ വീണ്ടും വീണ്ടും മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകത്തിൻ്റെ ആളായി ശനി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തോറ്റുകൊടുക്കില്ല. വിജയം അന്തിമമായി ഇവരുടേതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്വാഭാവികമായും 9ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ദേവിയുടെ അനുഗ്രഹം നന്നായി നൽകുകയും ചെയ്യും. ഈ തൊണ്ട, അതുപോലെ തന്നെ ഷോൾഡർ ഭാഗങ്ങളൊക്കെ ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയ്ക്ക് കാരണമാകും. അതുകൊണ്ട് പ്രത്യേകമായി അത്തരം ഭാവങ്ങൾ ശ്രദ്ധിക്കുക. സന്ധിക്ക് ശേഷമുള്ള കുളി, അതുപോലെ തണുത്ത വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കൽ ഒക്കെ ഈ അസുഖങ്ങൾ നേരത്തെ തന്നെ ഉള്ളവർക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. റുമാറ്റിക് പ്രോബ്ലം ഉണ്ടാകാം, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാദങ്ങളും ഇവർ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 15, 16, 17 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർക്ക് ഗുണമായി പറയേണ്ടത്. അതുപോലെ 3ലെ രാഹു. ഇപ്പോൾ തിരക്ക് പിടിച്ച ചില ജീവിത പന്ഥാവിലൂടെയായിരിക്കും ഇവരുടെ യാത്ര. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വളരെ തിരക്കുണ്ടാവും. അവിടെ കൂടുതലായി ഇവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനുള്ള, ഇവരെ കൊണ്ട് ജോലി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണം കാണും. അതുകൊണ്ട് മാക്സിമം ഇവരെ ഉപയോഗിക്കുക എന്നൊരു ഗുണം വരും. അത് അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. സാമ്പത്തികമായ നേട്ടവും ഇപ്പോഴുണ്ടാകുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായ നേട്ടത്തിനപ്പുറം ഇപ്പോൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പണത്തെ ഇവർ അത്ര ഗൗനിക്കുന്നില്ല. അത് ഒരു ദോഷമായിട്ടാണ് കാണുന്നത്. കാരണം 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഭാഗ്യം പണത്തിൻ്റെ രൂപത്തിൽ വരുമെന്നാണ്. ധനകാരകനായ വ്യാഴമാണ് 5ൽ നിൽക്കുന്നത്. കൂടെ ചൊവ്വ കൂടി നിൽക്കുന്നത് കൊണ്ട് പണമുണ്ടാക്കാനുള്ള പ്രേരണയും പണമുണ്ടാക്കാനുള്ള വഴിയും അത് തുറന്നു തരും. അപ്പോൾ അത് തീർച്ചയായിട്ടും സംഭരിക്കേണ്ട സമയത്ത് സംഭരിച്ച് വെച്ചില്ലെങ്കിൽ പിന്നീട് അത് നഷ്ടപ്പെടാറുണ്ട്. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. 3ലെ രാഹു അതിന് തക്കവണ്ണമുള്ളൊരു മാനസിക ശക്തിയും ക്രിയാത്മക ശക്തിയും സമ്മാനിക്കുകയും ചെയ്യും. സഹോദരന്മാർക്ക് ദോഷം കാണുന്നുണ്ട്, അടുത്ത ബന്ധുക്കൾക്ക് ദോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ആഴ്ചയും അങ്ങനെ നിൽക്കുന്നതിന് കാരണം 3ാം ഭാവത്തിലെ പാപഗ്രഹമാണ്. പക്ഷേ വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എന്ന് വേണം വിചാരിക്കാൻ. അതുപോലെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലൊക്കെ, അടിവയർ ഭാഗങ്ങളിലൊക്കെ ദോഷമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യപ്രകാശം വലുതായിട്ട് ഏൽക്കാത്ത ഭാഗങ്ങളിൽ ഇച്ചിങ് പോലെയുള്ള അസുഖം, സ്കിൻ ഡിസീസ്, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവുമായും പ്രവർത്തനപരവുമായും ഗുണമാണ്.
കുടുംബ ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകാൻ സൂക്ഷിക്കുക. കാരണം ശുക്രൻ 8-ൽ നിൽക്കുന്നതും സൂര്യരാശിയിൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വിവാഹിതനല്ലെങ്കിൽ അതുപോലെയുള്ള പവിത്രമായ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വസ്ത്രം, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം മനസ്സിലുണ്ടാക്കാവുന്ന വിഷയങ്ങളായി മാറാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 13, 14 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. 4ാം ഭാവത്തിൽ വ്യാഴം. 4ാം ഭാവത്തിലെ വ്യാഴമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത്. ഒപ്പം 7-ൽ ശുക്രനും ബുധനുമുണ്ട്. 7ലേക്ക് സൂര്യൻ ആഴ്ചയുടെ അവസാനത്തിൽ വരുന്നു. സൂര്യൻ 6-ൽ നിൽക്കുന്നത് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണത്തെ കൊടുക്കും. കടബാധ്യതയിൽ നിന്ന് തൽക്കാലമെങ്കിലും ഒരു മോചനം കൊടുക്കും. 7-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായി വളരെ ഗുണത്തെ കൊടുക്കും. ശുക്രൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഗുണം, അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുക. അത് ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ ഭാര്യാ വീട്ടിൽ നിന്ന് ഗുണം കിട്ടുക, സമ്മാനങ്ങൾ വരിക, വസ്ത്രം, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ, വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കുക, പണം സമ്മാനമായി വരിക, അല്ലെങ്കിൽ പണം മറ്റേതെങ്കിലും വിധത്തിൽ ഭാഗ്യക്കുറിയുടെയൊക്കെ രൂപത്തിലൊക്കെ വരിക. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പുരുഷന്മാരിൽ നിന്ന് വരിക. അങ്ങനെയൊക്കെ സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, ശുക്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ വിദേശ സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങളും അവിടെ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. വ്യാഴം 4-ൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം, ധനം ഇതൊക്കെ വരണം. എന്നാൽ മാതാവിന് നേരിയ തോതിലുള്ള ശാരീരിക അവശതയും 4-ലെ വ്യാഴം പറയുന്നുണ്ട്. ഒപ്പം 4-ൽ സഞ്ചരിക്കുന്നത് ചൊവ്വയാണ്. അപ്പോൾ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വീട്ടിലെ പെറ്റ്സിന്, അതായത് വീട്ടുമൃഗങ്ങൾക്കും ചെറിയ ദോഷമൊക്കെ കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായോ അതല്ലെങ്കിൽ ഈ ലോവർ അബ്ഡമിൻ, ബാക്ക് ഭാഗം, നട്ടെല്ലിൻ്റെ ഭാഗത്തൊക്കെ, മൂലാധാര ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് ബാക്ക് പെയിൻ സ്വതവേ ഉള്ളവർക്ക് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ എല്ല് തേയ്മാനമുള്ളവർക്ക് തുടയുടെ ഭാഗത്തൊക്കെ തരിപ്പ് വരാം, മുട്ടിനൊക്കെ ദോഷം വരാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ചെറിയ കലഹമോ പിണക്കമോ ഒക്കെ ഉണ്ടാകാം. കാരകഭാവത്തിൽ എന്നാൽ അതിന് വലിയ സത്തയുണ്ടാകില്ല എന്ന് പറയും. അത് ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം പരസ്പരം അവരവരുടെ നിലയും വിലയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾ ബന്ധത്തിൻ്റെ ആ വിശ്വാസ്യതയും ബന്ധത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം പ്രകടനപരത കുടുംബത്തിൽ അത്യാവശ്യം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15, 16, 17 സായാഹ്നം വരെയും നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ 3-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, വ്യാഴവും. 12-ൽ ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്, 7-ാം ഭാവത്തിൽ കേതുവുണ്ട്. അപ്പോൾ ഈ ജീവിത പങ്കാളിയുമൊത്ത് വിഷമകരമായ ചില ഘട്ടങ്ങൾ കടന്നു പോകേണ്ട ഒരു അവസരം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ തന്നെ ആരോഗ്യപരമായോ അവരുടെ തന്നെ സന്തോഷമില്ലായ്മയോ ഒക്കെ ആകാം അതിന് കാരണം. ശാരീരികമായ അവശത, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ, അത് പ്രണയബന്ധത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യബന്ധത്തിനോ അല്ല, ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന അനാരോഗ്യമോ സാമ്പത്തികമായ പരാധീനതയോ ഒക്കെ ഈ നക്ഷത്രക്കാർക്കിപ്പോൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കിപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ തിരിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്വന്തം കുടുംബത്തിൽ കൃത്യമായ സാമ്പത്തികം ഏൽപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും സാമ്പത്തികമായി മറുപടി കാണാൻ പറ്റാത്തതുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ദുഃഖമായി മാറാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരുടെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. രാഹുകേതുക്കൾ ജന്മത്തിൽ നിൽക്കുമ്പോൾ അണുബാധ ശരീരത്തിനുണ്ടാവാം. അതിനെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് മൂർച്ഛിക്കാം. അതുകൊണ്ട് സ്വാഭാവികമായും വളരെ ശ്രദ്ധിക്കണം. വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പരുങ്ങലുണ്ട്. 2-ാം ഭാവാധിപൻ 3-ൽ പോയി നിൽക്കുമ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിന് വലിയ ഒരു അളവിൽ വിജയമുണ്ടാവണമെന്നില്ല. ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാമ്പത്തിക ഭദ്രതയെ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്നാൽ
അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനാണ്. ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കില്ല, മറിച്ച് ആരോഗ്യപരമോ സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ആകാം ഒരു കാരണമെന്ന്. എന്നാൽ 6-ലെ ശുക്രൻ ചിലപ്പോൾ ബന്ധങ്ങളിലേക്കും അത് വളരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യാൻ. ഏറ്റവും വലിയ പരിഗണന കുടുംബത്തിന് തന്നെ ആദ്യം കൊടുക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ കാര്യം. തങ്ങളുടെ പ്രവർത്തന മേഖലയിലും ചില സാരമായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഗുണം എന്ന് പറയുന്നത് 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ ഊർജ്ജസ്വലത മാത്രമാണ്. ഊർജ്ജസ്വലമായി ചൊവ്വ 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കാര്യങ്ങൾ നേരിടാനുള്ള മാനസികമായ ശേഷി ഉള്ളതുകൊണ്ടും പരാജയത്തെ അതിജീവിച്ചവർക്ക് മുന്നേറാൻ സാധിക്കും. അതുതന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ഭദ്രതയും. 2-ാം ഭാവാധിപൻ 3-ൽ എന്ന് പറയുമ്പോൾ സ്ഥിരമായി കുറച്ച് വരുമാനമുണ്ടാവും, പക്ഷേ വലിയ പ്രതീക്ഷകൾ ചിലപ്പോൾ സൂക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 16, 17 സായാഹ്നം വരെ ഗുണകരമാണ്. ശനിദോഷ പരിഹാരത്തിന് ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ഒരാൾ സംശയം ചോദിച്ചിരുന്നു, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് തന്നെ എച്ചിൽ കൊടുക്കേണ്ടത് എന്താണെന്ന്. ശനിയെ പൊതുവെ ഇടതുഭാഗത്തെ ആൾ, പ്രധാനപ്പെട്ട ഇടതുഭാഗത്തെ ആളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ കാക്ക ശനിയുടെ വാഹനമായിട്ടാണ് സങ്കല്പം. ഇടത്തെ കൈ ശനിയുടേതാണ്. ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം ശനിയുടേതെന്നാണ് പറയുന്നത്. പല ആക്രി കച്ചവടക്കാരും കോടീശ്വരന്മാരായ വിജയിക്കുന്ന ആക്രി കച്ചവടക്കാർക്കൊക്കെ തന്നെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, ശനി വളരെ പ്രബലനാണ്. വാർദ്ധക്യത്തിൻ്റെ കാരകനാണ് ശനി, ക്ഷമയുടെ കാരകനാണ്, താമസിച്ച് തരുന്നതാണില്ല. അതുകൊണ്ട് ശനി ഇടത്തെ കൈ, ഇടതുഭാഗം, പാദങ്ങൾ, ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളാണ് ശനി എപ്പോഴും പ്രദാനം ചെയ്യുന്നത്. ഉപേക്ഷിക്കപ്പെട്ടത്, എച്ചിൽ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വാഹകൻ ശനിക്ക് അത് കാക്കയ്ക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായി എന്ന് ധരിക്കുന്നു. അതുപോലെ വ്യാഴപ്രീതിക്കായി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്. ബൃഹസ്പതി മന്ത്രം ചൊല്ലുക. അതുപോലെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ ഉത്തമം. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ജപിക്കുക. കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക കേതുദോഷ പരിഹാരത്തിന്. മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രം ഓം നാഗായ നമ എന്ന് നാഗദോഷ പരിഹാരത്തിനായിട്ട് ചെയ്യുക. നാഗർക്ക് 100 പാലും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.